ഈ വീഡിയോ അവസാനം വരെ കാണുക. ഇതിൽ പറയുന്ന ദിക്റുകൾ, സൂറത്തുകൾ, ഒരു ദിക്ർ അത് ഇതിൽ പറയുന്ന അളവ് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങളിൽ ഒതുങ്ങാനും അതോടൊപ്പം നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളെ കെയർ ചെയ്യാനും തുടങ്ങും. ഇത് വെറുതെ പറയുന്നതല്ല, മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചാണ്. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണുകയും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വആലി കുല്ലിൻ വസ്വഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറയുന്നതും കേൾക്കുന്നതും ഒക്കെ നമ്മിൽ നിന്ന് സ്വാലിഹായ സൽക്കർമ്മമായി ഖബൂൽ ചെയ്യട്ടെ. ഇതൊക്കെ നാളെ ആഖിറത്തിലേക്ക് ഉപകരിക്കപ്പെടുന്ന നല്ലൊരു അമലായി അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നിങ്ങൾ ഇൻട്രോയിലൂടെ കേട്ടു. ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ ഓരോ ആളുകളും ആവശ്യപ്പെടുന്ന ഇന്നങ്ങനെയാണ്, പലപ്പോഴും ബന്ധങ്ങൾക്ക് വില കൊടുക്കാത്ത ആളുകളായിക്കൊണ്ടിരിക്കുന്നു നമ്മിൽ പലരും. അത് ഭാര്യ ഭർത്തൃ ബന്ധമായിക്കോട്ടെ, മാതാപിതാക്കളോടുള്ള ബന്ധമായിക്കോട്ടെ, മറ്റുള്ള കുടുംബങ്ങളോടുള്ള ബന്ധമായിക്കോട്ടെ, അയൽപ്പക്ക ബന്ധങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മളുടെ ബിസിനസ് ബന്ധങ്ങൾ, കച്ചവട ബന്ധങ്ങൾ, ഇങ്ങനെയുള്ള ബന്ധങ്ങൾക്കൊക്കെ യാതൊരുവിധ വിലയും കൊടുക്കാത്തവരായിട്ട് മാറിയിരിക്കുന്നു നമ്മുടെ സമൂഹം, നമ്മുടെ സമുദായം, നമ്മുടെ പല ആളുകളും എന്നുള്ളതാണ് സത്യം. അങ്ങനെ വരുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ബന്ധങ്ങളിൽ പെട്ട ഒന്ന് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഭാര്യ ഭർത്തൃ ബന്ധം. നമ്മൾ ഒരുപാട് വീഡിയോകൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെയും ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൂടെ ആണെങ്കിലും അതോടൊപ്പം തന്നെ യൂട്യൂബിലൂടെയുള്ള കമൻറ്റുകളിലൂടെ ആണെങ്കിലും ഒരുപാട് ആളുകൾ പറയുന്ന, വാട്സപ്പിലൂടെയൊക്കെ പറയുന്ന ഒരു പരാതി എന്താണെന്ന് ചോദിച്ചാൽ, ഉസ്താദെ, എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല, ഞാൻ എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടും എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ കെയർ ചെയ്യുന്നില്ല, എൻ്റെ മക്കളെ വേണ്ട, വിളിക്കുന്നില്ല, 2 മാസമായി വിളിച്ചിട്ട് 3 മാസമായി വിളിച്ചിട്ട് ഞങ്ങൾക്ക് ചിലവിന് തരുന്നില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് സങ്കടം പറയുന്ന, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ദുഃഖം പേറി നടക്കുന്ന ഒരുപാട് സഹോദരിമാരെ നമുക്ക് കാണാൻ കഴിയും. ഇതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ തിരഞ്ഞെടുക്കാനും അത് ചെയ്യാനും ഒക്കെ ഉണ്ടായിട്ടുള്ള കാരണം. ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടതുപോലെ തന്നെ ഭർത്താവിന് ഭാര്യമാരോട് സ്നേഹമുണ്ടാവാൻ ആത്മീയമായിട്ട് നമ്മൾ എന്തൊക്കെ ദിക്റുകളാണ് ചൊല്ലേണ്ടത്, ഏതൊക്കെ സൂറത്തുകളാണ് ഓതേണ്ടത്, അതെപ്പോഴാണ് ഓതേണ്ടത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. നമുക്ക് അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഏതൊരു ഭാര്യയും ഭർത്താവും പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എത്ര നല്ല ദാമ്പത്യ ജീവിതമാണെങ്കിലും ഭർത്താവായ അഷ്റഫിക്കാടെ കൽബിനെ എൻ്റെ മേലിൽ എന്ത് ചെയ്യണേ, മയം ചെയ്യിപ്പിക്കണേ, ബി റഹ്മത്തിക്ക, നിന്റെ ഔദാര്യം കൊണ്ട്, നിന്റെ റഹ്മത്ത് കൊണ്ട്, യാ അർഹമർ റഹീമീൻ, അർഹമുർ റഹ്മാനായ അള്ളാഹ്, നിന്റെ റഹ്മത്ത് കൊണ്ട് എൻ്റെ ഇക്കയായ അഷ്റഫ് ഖാന്റെ കൽബിനെ എൻ്റെ മേലൊന്ന് മയം ചെയ്യിപ്പിക്കണേ, മയമുള്ള ശക്തിയുടയവനായ അള്ളാഹുവേ എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇനി മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ ദിക്ർ നിങ്ങൾ ചൊല്ലുന്നതിന് മുമ്പ് 11 സ്വലാത്ത്, ശേഷം 11 സ്വലാത്ത്, അത് ഏത് സ്വലാത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. മുമ്പും ശേഷവും 11 വീതം സ്വലാത്തുകൾ ചൊല്ലണം. അതോടൊപ്പം തന്നെ രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അഥവാ രണ്ടാമതായിട്ട് നമ്മൾ ചൊല്ലേണ്ട മറ്റൊരു ദിക്ർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യാ വദൂദു യാ അല്ലാ, യാ വദൂദു യാ അല്ലാ എന്ന ദിക്ർ, സ്നേഹമുള്ള എന്നർത്ഥം വരുന്ന അള്ളാഹുവിൻ്റെ ഒരു ഇസ്മാണ് വദൂദ് എന്ന് പറയുന്നത്. ഇത് 11 ദിവസം നമ്മൾ ചൊല്ലണം. പ്രിയപ്പെട്ടവരെ, ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ദിക്ർ ചൊല്ലേണ്ടത് 313 തവണയാണ് കേട്ടോ. 313 തവണയാണ് യാ അത്തൂഫ് ദുൽ ഖുവ്വത്തിൽ മതീൻ ഇഅ്തിഫ് അലയ്യ ഖൽബ ഫുലാനിൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന ദിക്ർ ചൊല്ലേണ്ടത്. മുമ്പ് 11 സ്വലാത്ത്, ശേഷം 11 സ്വലാത്ത്, ഇടയിൽ ഈ ഒരു ദിക്ർ 313 തവണയാണ് ചൊല്ലേണ്ടത്. അതോടൊപ്പം യാ വദൂദു യാ അല്ലാഹ് എന്ന ദിക്ർ എന്ന ഇസ്മ 111 തവണ 11 ദിവസം എന്ത് ചെയ്യണം, ചൊല്ലണം. അതോടൊപ്പം തന്നെ സൂറത്തു ദുഹ, വല്ലുഹ വല്ലൈലി ഇദാ സജ എന്ന സൂറത്ത് നമ്മൾ ഓരോ നിസ്കാരത്തിന്റെ ശേഷവും 13 തവണ ചൊല്ലണം. 11 ദിവസം. എങ്ങനെ?
സൂറത്തുൽ ളുഹ എന്ന സൂറത്ത്, വല്ലുഹ വല്ലൈലി ഇദാ സജ എന്ന് പറയുന്ന സൂറത്ത് ഓരോ നിസ്കാരത്തിന്റെ ശേഷവും 13 തവണ 11 ദിവസം ചൊല്ലണം എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പൊ 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമതായിട്ട് ആ ഒരു യാ അത്തൂഫുൽ ഖുവ്വത്തിൽ മതീൻ എന്ന ഇസ്മ എന്ന ദിക്ർ വരുന്നുണ്ട്. 313 തവണ മുമ്പും ശേഷവും 11 വീതം സ്വലാത്തുകൾ ചൊല്ലണം. അതോടൊപ്പം തന്നെ യാ വദൂദ് യാ അല്ലാ എന്ന ഇസ്മ 111 തവണ 11 ദിവസം ചൊല്ലണം. അതോടൊപ്പം തന്നെ സൂറത്തുൽ ളുഹ ഓരോ നിസ്കാരത്തിന്റെ ശേഷവും 13 തവണ 11 ദിവസം ചൊല്ലണം. ഈ 3 കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് നിങ്ങളോടുള്ള ഇഷ്ടം വർദ്ധിക്കും. നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങളെ കൂടുതൽ കെയർ ചെയ്യാൻ തുടങ്ങും. മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ദിക്റുകളാണ്, ദുആകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പ്രാവർത്തികമാക്കാൻ, ഇത് നല്ല രൂപത്തിൽ ചൊല്ലാനും ശീലമാക്കാനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല കുടുംബ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഇസ്ലാമിക് വിഷൻ TV. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.